ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം. അഷ്ടമുടി രണ്ടാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നു. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എ പീറ്ററിന് കണ്ടൽ തൈ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്ടമുടി കായലിന്റെ പുനരുജ്ജീവനത്തിനായി കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾ കൊല്ലം സ്ലോട്ടർ ഹൌസിന് കിഴക്കുവശത്ത് കായൽ തീരത്ത് കണ്ടൽ വിത്തുകൾ നട്ടുകൊണ്ട് നടത്തി. അഷ്ടമുടിയുടെ തീരങ്ങളിൽ 1000 കണ്ടൽ തൈകൾ നട്ടുവളർത്തുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇന്നലെ നടന്നത്. കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയും NSS വോളണ്ടിയർമാരും മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയായ കടലിന്റെ മക്കൾ പ്രവർത്തകർ, കക്ക തൊഴിലാളികൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. കൊല്ലം മേയർ ഹണി ബെഞ്ചമിന്റെ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എ പീറ്ററിന് കണ്ടൽ തൈ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മഞ്ഞക്കണ്ടൽ, കരിമട്ടി, നക്ഷത്ര കണ്ടൽ തുടങ്ങിയ അപൂർവ കണ്ടൽ ഇനങ്ങളുടെ 500ഓളം വിത്തുകൾ കായൽ തീരത്തു നട്ടു. പദ്ധതി പ്രവർത്തനങ്ങൾ അഷ്ടമുടി കായലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മേയർ പറഞ്ഞു. കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായലിൽ നമ്മുടെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് വളരെ വലിയ നിലയിൽ ഈ കായൽ കയ്യേറ്റം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കായലിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനം നമ്മുടെ ഈ കണ്ടൽ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഓരോ ഘട്ടങ്ങളിലായി കണ്ടലുകൾ വെട്ടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടുതൽ കണ്ടലുകളെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കായലിനെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യമാണ് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറെ സന്തോഷമുള്ള തലമുറ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ തയ്യാറായി വരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവികമായി അവരുടെ ജീവനോപാധിയാണ് കായലെന്ന് പറയുന്നത്. അപ്പോൾ കായലും കടലും ഒക്കെ അവരുടെ ജീവനോപാധിയുടെ ഭാഗമായി അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അവർ വളരെ കൃത്യമായി തന്നെ അത് നിർവഹിക്കുന്നു. നമ്മുടെ ഭാവിയിൽ പുതുതലമുറയുടെ ഇനി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള വളരെ വലിയ ദൗത്യം നമ്മുടെ പുതുതലമുറ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കായലിനെ സംരക്ഷിക്കുക, കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അത്തരം കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറ കൂടി ഈ പരിപാടിയിൽ പങ്കാളിയായതിനുള്ള എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ കുട്ടികൾക്ക് നേരുകയാണ്. ഇതിന് തയ്യാറായിട്ടുള്ള പോലീസ് അസോസിയേഷൻ, എനിക്ക് തോന്നുന്നു കൊല്ലം കോർപ്പറേഷൻ തീരദേശ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷേ 1000 കണ്ടൽ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രയാസമേറിയ കാര്യമാണ്. നമ്മുടെ മധുസൂദൻ സാർ ഉൾപ്പെടെയുള്ള അവരുടെ നിർദ്ദേശം കളക്ടർ ചേംബറിൽ കൂടിയ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടി എത്രയും പെട്ടെന്ന് ഒരു തൈ നഷ്ടപ്പെടുമ്പോൾ 100 തൈ വെക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ 1000 തൈ വെച്ച് പിടിപ്പിക്കാൻ കോർപ്പറേഷൻ തയ്യാറായപ്പോൾ അതിന് ഏറ്റവും സഹായകമായ നിലപാട് സ്വീകരിച്ച പോലീസ് അസോസിയേഷൻ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ബഹുമാന്യായ മുൻ മേയർ ഉദ്ഘാടനം ചെയ്യുകയും തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമ്മുടെ SP കിരൺ നാരായണൻ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെ കണ്ടൽ നടുന്ന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കോർപ്പറേഷൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പദ്ധതി നമ്മൾ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഭാവി തലമുറയ്ക്കായി നമ്മുടെ ഈ കായലിനെ ഏറ്റവും നന്നായി സംരക്ഷിക്കുക, അതിന് കണ്ടലിനെ കൂടുതൽ കണ്ടൽ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പരിപാടിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുമായ L അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ S ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. വനമിത്ര പുരസ്കാര ജേതാവ് VK മധുസൂദനൻ, തീരദേശ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിലു IG, പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ ജിജു C നായർ, D ശ്രീകുമാർ, വിജയൻ L, വിമൽകുമാർ C, മജീദ് കുട്ടി കരുവ തുടങ്ങിയവർ സംസാരിച്ചു.